എനിക്ക് പോകാനായി ശ്രീ. നിന്നെയും മക്കളെയും തനിച്ചാക്കിയിട്ട് ഞാൻ മാത്രം പോകാനുള്ള സമയമായി. അത് വെറും ഭയമായിരുന്നു, അതോ സംഭവിക്കാൻ പോകുന്ന കാര്യം സന്തോഷ് നേരത്തെ അറിഞ്ഞു? പ്രിയപ്പെട്ടവരെ, അവിവാഹിത എന്ന നോവലിൻ്റെ 6ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ശ്രീജ കണ്ട സ്വപ്നങ്ങളും സന്തോഷിൻ്റെ വാക്കുകളും അവളുടെ മനസ്സിൽ വല്ലാത്ത ഭയം ജനിപ്പിക്കുന്നു. സന്തോഷിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തുടർന്ന് കേൾക്കാം അവിവാഹിത 6ാം ഭാഗം. അന്ന് ആശുപത്രിയിൽ വന്നവരിൽ ആദ്യം മൊയ്തു ആയിരുന്നു. തലേന്ന് നന്നായി സംസാരിച്ചു കൊണ്ടിരുന്ന സന്തോഷ് ഇന്ന് വളരെ കുറച്ചു മാത്രമേ സംസാരിക്കുന്നുള്ളൂ. വെറുതെ നോക്കിക്കിടക്കുന്നത് മാത്രം. എന്തോ പ്രശ്നം അവനുണ്ടെന്ന് മൊയ്തുവിന് മനസ്സിലായി. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയതുകൊണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അയാൾ ചോദിച്ചില്ല. പുറത്തു നിൽക്കുന്ന ശ്രീജയോട് മൊയ്തു ചോദിച്ചു, ഇന്നെന്തെങ്കിലും സംസാരിച്ചിരുന്നോ അവൻ? ഇപ്പോൾ സംസാരിക്കാൻ മടിയുള്ളതുപോലെയാണല്ലോ തോന്നുന്നത്. അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. രാത്രിയിൽ കുറച്ചു സമയം ഉറങ്ങി. അതിനുശേഷം ഉണർന്നിങ്ങനെ കിടക്കുകയായിരുന്നു. ഒന്നും സംസാരിക്കുന്നുമില്ല. മുഖത്ത് കാര്യമായ ഭാവഭേദങ്ങളും ഇല്ല. എന്താണ് പറ്റിയതെന്ന് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അന്നും ദാമോദരൻ നമ്പ്യാർ വന്നു. അപ്പോൾ മൊയ്തു അയാളോട് കാര്യം പറയുകയും ചെയ്തു. ഇന്നലെ ചറപറ സംസാരിച്ചു കൊണ്ടിരുന്ന സന്തോഷിന് ഇന്ന് സംസാരം തീരെ ഇല്ലല്ലോ. എന്തോ പ്രശ്നങ്ങളുള്ളതുപോലെയാണ് അവൻ്റെ ഭാവം കണ്ടാൽ തോന്നുന്നത്. നമുക്ക് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകണോ നമ്പ്യാരെ? വേണമെങ്കിൽ കാര്യം പറയണം. പണം നമുക്കൊരു പ്രശ്നമല്ല. താൻ ഇങ്ങോട്ട് വന്നേ. എനിക്ക് തന്നോട് കാര്യമായ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യം തന്നോടെങ്കിലും പറഞ്ഞേൽപ്പിച്ചില്ലെങ്കിൽ ശരിയാവുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വിവരം പറയുന്നത്. എന്തോ പന്തികേടുണ്ടെന്ന് മൊയ്തുവിന് തോന്നി. എന്താണെന്ന് മാത്രം വ്യക്തമായി അറിയാൻ മാത്രമുള്ള പഠിപ്പൊന്നും അയാൾക്കില്ലല്ലോ. കച്ചവടം നടത്താനും പണമുണ്ടാക്കാനും അറിയാമെങ്കിലും മറ്റു മേഖലകളിലേക്കൊന്നും മൊയ്തുവിന് കാര്യമായ പരിചയം ഇല്ല. മനുഷ്യന് തീ തീറ്റിക്കാതെ നിങ്ങൾ കാര്യം പറ. വീഴ്ചയിൽ അവൻ എന്താ പറ്റിയതെന്ന് പോലും ഇതുവരെയും ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എല്ലാം പറഞ്ഞത് നിങ്ങളോടാണ്. എനിക്ക് ഇനിയെങ്കിലും അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. തലേ ദിവസം ഡോക്ടർ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ദാമോദരൻ നമ്പ്യാർ മൊയ്തുവിനോട് പറഞ്ഞു. പാവം മൊയ്തുവിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാര്യമായ ഒരു കുഴപ്പവുമില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഇങ്ങനെ കേൾക്കേണ്ടി വന്നത്. ദിവസം പ്രതി അവസ്ഥ മോശമാകുമെന്നും 1-2 ആഴ്ചയിൽ കൂടുതൽ ആളെ കിട്ടില്ല എന്നും കൂടി പറഞ്ഞത്. അപ്പോഴേക്കും അയാൾ നിന്ന നിൽപ്പിൽ പൊട്ടിക്കരഞ്ഞുപോയി. എൻ്റെ മൊയ്തു, നിങ്ങൾ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെ ശരിയാകും? തനിക്ക് കുറച്ചുകൂടി തൻ്റെ ഇടമുണ്ടെന്ന് വിചാരിച്ചാണല്ലോ ഞാൻ ഇക്കാര്യം നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളെക്കാളും തൻ്റെ ഇടം ശ്രീജയ്ക്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവളോടായിരുന്നു ഞാൻ ഈ കാര്യം പറയുന്നതെങ്കിൽ നിങ്ങൾ കരയുന്നത് പോലെ അവൾ കരയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങ് സഹിക്കാൻ കഴിയുന്നില്ല നമ്പ്യാരെ. ഞാൻ എൻ്റെ കൽബിൻ്റെ ഒരു ഭാഗമായി കൊണ്ടു നടന്നവനാണ് അവൻ. അവൻ എന്തെങ്കിലും സംഭവിക്കുന്നത് മാത്രം എനിക്ക് തീരെ സഹിക്കില്ല. എനിക്കവൻ വെറും പണിക്കാരനല്ലായിരുന്നു നമ്പ്യാരെ. അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കാനുള്ള കാര്യം സംഭവിച്ചു പോയി. ഇനിയിപ്പോൾ ഡോക്ടർമാർ പറഞ്ഞതുപോലെ അല്ലാതെ അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സന്തോഷിനെ തിരിച്ചു കിട്ടുകയുള്ളൂ. ഈ കാര്യം ശ്രീജയെ മെല്ലെ അറിയിക്കുകയാണ് വേണ്ടത്.
നാളേക്ക് സ്ഥിതി ഇതിനേക്കാളും മോശമായിരിക്കും. ഇന്ന് അവൻ്റെ മുഖത്ത് ചിരിയുണ്ട്, നാളെ അതുപോലും കാണില്ല എന്നാണല്ലോ നമ്പ്യാർ പറയുന്നത്. എന്തു തന്നെയാണെങ്കിലും ശ്രീജയോട് കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. തനിക്ക് അവളോട് ഇക്കാര്യം പറയാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് അതുകൂടി നമ്പ്യാരെ ഏൽപ്പിച്ചു. ദാമോദരൻ നമ്പ്യാർ ആ വിവരം സമാധാനത്തിൽ ശ്രീജയോട് പറയുകയും ചെയ്തു. ശ്രീജയുടെയും ആദ്യ പ്രതികരണം ഒരു പൊട്ടിക്കരച്ചിലോടെയായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവൾ മനസ്സംയമനം വീണ്ടെടുത്തു. അപ്പോൾ തന്നെ അവൾ പ്രതികരിക്കുകയും ചെയ്തു. എൻ്റെ പ്രാർത്ഥന വിഫലമാവുകയില്ല മുതലാളി. എൻ്റെ സന്തോഷിനെ അങ്ങനെ ദൈവം കൊണ്ടുപോവുകയില്ല. ഞങ്ങളെ അവിടുന്ന് അനാഥമാക്കുകയില്ല. അതിനായി ഞാൻ വേണമെങ്കിൽ ജലപാനം പോലും ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ച് സന്തോഷിന് കൂട്ടിരിക്കും. അതവളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അത് അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാൻ മാത്രം ദാമോദരൻ നമ്പ്യാർക്കെന്നല്ല ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെ അയാൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞതുമില്ല. ഉച്ചയോടുകൂടി അയാൾ വീട്ടിലേക്ക് പോയി. അന്നും കൂടെ ജോലി ചെയ്യുന്നവർ കുറേ പേർ വന്ന് കണ്ടിട്ട് പോയി. അതൊക്കെ തന്നെ വൈകുന്നേരമായിരുന്നു. പകൽ ജോലി കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. അവരോട് സന്തോഷ് കാര്യമായി ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ഒരു തരം നിസ്സംഗഭാവമായിരുന്നു മുഖത്താകെ. അവരോടൊപ്പം ജോലി ചെയ്യാൻ കഴിയാത്തതിൻ്റെ വിഷമമായിരിക്കും എന്നാണ് അവർ കരുതിയത്. അധിക സമയം നിൽക്കാതെ അവരെല്ലാം മടങ്ങിപ്പോയി. അന്നൊന്നും രാത്രിയിൽ സന്തോഷ് തീരെ ഉറങ്ങിയിട്ടില്ല. എപ്പോഴും എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുന്നതായി തോന്നും. മുഖഭാവം പോലും മാറിയിട്ടുണ്ട്. അല്പം ദുഃഖത്തോടെ ശ്രീജയോട് പറഞ്ഞത് ഇത്രമാത്രം: നമ്മുടെ മക്കൾ ഭാഗ്യമില്ലാത്തവരാണല്ലോ ശ്രീ. അപ്പോഴേക്കും ശ്രീജ അയാളെ തടഞ്ഞു. പിന്നെയും എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും ശ്രീജ അയാളെ അതിനനുവദിച്ചതും ഇല്ല. അവർ ഭാഗ്യമുള്ളവരല്ല എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ദൈവം നല്ലതേ വരുത്തുകയുള്ളൂ എന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഏട്ടൻ അങ്ങനെ ഒന്നും പറയണ്ട. പിന്നെ ഒന്നും പറയാതെ ശ്രീജയുടെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് കിടക്കുകയായിരുന്നു അന്ന് മിക്ക സമയവും. പിറ്റേ ദിവസമായപ്പോഴേക്കും സംസാരം തീർത്തും ഇല്ലാതെയായി. ചിരിയോ സന്തോഷഭാവമോ മുഖത്ത് കാണാനേയില്ല. ദിവസം ചെല്ലുന്തോറും അവസ്ഥ മോശമായി. വേദനയൊന്നും ഉള്ളതായി ഭാവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. തലേ ദിവസം ഉണ്ടായിരുന്നതിലും വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടെന്ന കാര്യം ശ്രീജയ്ക്ക് മനസ്സിലായി. രാത്രിയിൽ എപ്പോഴോ ശ്രീജ ഒന്ന് കണ്ണടച്ചപ്പോൾ കണ്ട സ്വപ്നം അവൾ കാണാൻ ആഗ്രഹിക്കാത്തതായിരുന്നു. ആശുപത്രിയിൽ താൻ സന്തോഷിൻ്റെ അടുത്ത് കൂട്ടിരിക്കുകയാണ്. തൻ്റെ കൈകൾക്ക് നേരെ സന്തോഷിൻ്റെ കൈകൾ നീളുന്നത് കണ്ട ശ്രീജ അവളുടെ കൈ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. കൈപ്പത്തിക്ക് തീരെ ചൂട് കുറവാണ്. സന്തോഷ് ശ്രീജയുടെ മുഖത്തേക്ക് നോക്കി. ആദ്യം കാണുമ്പോൾ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു നോട്ടം. അതിലെന്തോ പന്തികേട് പോലെ അവൾക്ക് തോന്നി. എന്നാലും ആ കൈപ്പത്തി തിരുമ്മി ചൂട് പിടിപ്പിച്ചുകൊണ്ട് അടുത്ത് തന്നെ അവൾ ഇരിക്കുകയാണ്. പെട്ടെന്ന് സന്തോഷിൽ വല്ലാത്ത മാറ്റങ്ങൾ പ്രകടമായി. കണ്ണുകൾ നിറഞ്ഞു. ഇരു കവിളുകളിലൂടെയും കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവൻ കരയുന്നത് എന്തിനാണെന്ന് ശ്രീജയ്ക്ക് മനസ്സിലായില്ല. എന്തൊക്കെയോ പിറുപിറുക്കും പോലെ പറയുന്നുണ്ട്. തന്നോട് തന്നെയാണ് എന്തൊക്കെയോ പറയുന്നത്. പക്ഷേ ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അല്പസമയം മാത്രം. പിന്നെ ആ ശരീരം ഒന്ന് ശക്തിയായി വലിഞ്ഞു നിവർന്നു.
അതോടെ നിശ്ചലമാവുകയും ചെയ്തു. ഒരു ഞെട്ടലോടെ കണ്ണു തുറന്ന ശ്രീജ സന്തോഷിനെ നോക്കി. താൻ കണ്ടതുപോലെയുള്ള കുഴപ്പമൊന്നുമില്ല. എന്നാലും ഉറക്കം വരാതെ തൻ്റെ നേരെ തന്നെ നോക്കിക്കൊണ്ട് സങ്കടഭാവത്തിൽ കിടക്കുകയാണ്. എന്തൊക്കെയോ വിഷമങ്ങൾ ആ മനസ്സിലുണ്ടെന്ന കാര്യം തീർച്ച. ശ്രീ ഉറങ്ങിയോ? ഒന്ന് കണ്ണ് ചിമ്മിപ്പോയി, അത്രയേ ഉള്ളൂ. ഉറങ്ങിക്കോ, എനിക്ക് ഉറക്കം വരാത്തത് കൊണ്ടല്ലേ. ഇല്ലെങ്കിൽ ഞാനായിരിക്കില്ലേ നിനക്ക് മുൻപേ ഉറങ്ങുക. സാരമില്ല, ഞാനിനി ഉറങ്ങാതെ ഇരുന്നു കൊള്ളാം. നീ അന്ന് പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു അല്ലേ? എങ്കിൽ ആ പണിക്ക് പോകില്ലായിരുന്നല്ലോ. അപ്പോൾ ഈ അപകടം ഉണ്ടാകാതിരിക്കില്ലായിരുന്നോ? കഴിഞ്ഞു പോയതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അല്ലെങ്കിലും ഇപ്പോൾ എന്തു സംഭവിച്ചുവെന്നാണ് പറയുന്നത്? ഏട്ടന് കുഴപ്പമൊന്നുമില്ല എന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇപ്പോൾ അങ്ങനെ തോന്നുന്നില്ല. തനിക്ക് നല്ല ക്ഷീണമുണ്ട്. കുറച്ചു സമയം ഉറങ്ങിക്കോ. നിനക്ക് കാവലായി ഞാനിവിടെ ഉണ്ടല്ലോ. ഞാനുള്ള അത്രയും സമയം നിനക്ക് വിശ്രമിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒരിക്കൽ പോലും സന്തോഷിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള സംസാരം കേട്ടിട്ടില്ല. ഇപ്പോൾ എല്ലാം അവസാനിക്കാൻ പോകുന്ന ഒരാളിൻ്റെ സംസാര രീതിയായിട്ടാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് തനിക്കും പിടികിട്ടുന്നില്ല. കൈ നീട്ടി സന്തോഷിൻ്റെ വായ പൊത്തിയിട്ട് അടുത്തേക്ക് മാറിയിരുന്നു. പക്ഷേ ക്ഷീണം ശ്രീജയെ വീണ്ടും ഉറങ്ങാനാണ് പ്രേരിപ്പിച്ചത്. കൺപോളകൾ കനം തൂങ്ങി അടഞ്ഞു പോകുന്നു. കഴിഞ്ഞ രാത്രിയിലും ഉറക്കം തീരെ ഉണ്ടായില്ല. എത്ര രാത്രിയെന്ന് വിചാരിച്ചാണ് ഉറങ്ങാതിരിക്കുക? അതിന് എത്രമാത്രം തനിക്ക് കഴിയും? അതുകൊണ്ടായിരിക്കണം ശ്രീജ വീണ്ടും ഉറങ്ങിപ്പോയി. ആ മയക്കത്തിലും അവൾ സ്വപ്നം കണ്ടു. അതും സന്തോഷിനെക്കുറിച്ച് തന്നെ ആയിരുന്നു. ഇപ്രാവശ്യം കണ്ട സ്വപ്നവും അത് ഇപ്രകാരമായിരുന്നു. ആർത്തലച്ചു കരയുന്ന തങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് തൻ്റെ സന്തോഷിൻ്റെ ശരീരമാണ്. അതും ചേതനയറ്റ ശരീരം. വെള്ള പുതപ്പിച്ച തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ശരീരം വീട്ടിലേക്ക് കൂട്ടുകാർ എല്ലാവരും കൂടി എടുത്തുകൊണ്ടുവരുന്നു. അവരുടെ മുഖങ്ങളിലും ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്നു. മുൻപിൽ നടക്കുന്ന മൊയ്തുവിൻ്റെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ട്. അയാൾക്കാണ് കൂട്ടുകാരിൽ ഏറ്റവും സഹിക്കാൻ കഴിയാത്തത്. അവർ തൻ്റെ വീട്ടിലേക്ക് തന്നെയാണല്ലോ വരുന്നത്. സൂക്ഷിച്ചു നോക്കിയ ശ്രീജ പൊട്ടിക്കരഞ്ഞുപോയി. ഉച്ചത്തിൽ സന്തോഷിനെ വിളിച്ചുകൊണ്ടാണ് ഉറക്കം തെളിഞ്ഞത്. ഉറക്കം തെളിഞ്ഞതേ അവൾ ചാടി എഴുന്നേറ്റു. സന്തോഷിൻ്റെ കിടക്കയിലേക്ക് നോക്കി. തൻ്റെ നേരെ തന്നെ നോക്കി കണ്ണു തുറന്നു കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ. ആ കിടപ്പിൽ എന്തോ പന്തികേട് തോന്നിയ ശ്രീജ അയാളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. എന്തിനാണ് കരയുന്നത് എന്ന് 2 വട്ടം ശ്രീജ ചോദിച്ചതിന് ശേഷമാണ് സന്തോഷ് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി പറഞ്ഞത്. എനിക്ക് പോകാനായി ശ്രീ. നിന്നെയും മക്കളെയും ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ മാത്രം പോകാനുള്ള സമയമായി. ഞാനിത് പറയുമ്പോൾ നിന്നെ വേദനിപ്പിക്കാൻ പറയുകയല്ല. എനിക്ക് മുമ്പേ പോയ പലരെയും ഇപ്പോൾ എനിക്ക് കാണാം. ഉറങ്ങാതെ കിടക്കുന്നതുകൊണ്ട് പിച്ചും പേയും പറയുന്നതാണ് എന്നാണ് ശ്രീജ വിചാരിച്ചത്. നന്നായിട്ടൊന്നുറങ്ങിയാൽ ഇപ്പോൾ ഈ ചിന്തിക്കുന്നത് പോലെയുള്ള ചിന്താഗതികളൊക്കെ തനിയേ മാറും. വിഷമിക്കാതെ സമാധാനമായി കിടന്നുറങ്ങാൻ നോക്ക്. നമുക്കെല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാനുള്ള കഴിവില്ല ഏട്ടാ. ഇപ്പോൾ ശ്രീ പറഞ്ഞത് വളരെ ശരിയാണ്.
ഉറങ്ങാനുള്ള സമയം അടുത്തു വരുന്നു. നമ്മുടെ അടുത്ത വീട്ടിൽ നിന്നും കഴിഞ്ഞ വർഷം മരിച്ചുപോയ ഗോപാലൻ ചേട്ടൻ എന്നെ വന്ന് വിളിച്ചിട്ട് പോയതേയുള്ളൂ. എൻ്റെ അച്ഛനെയും ഞാൻ കണ്ടു. എനിക്ക് വേണ്ടപ്പെട്ട ആരൊക്കെയോ അവിടെ ഉണ്ടെന്ന് അച്ഛൻ പറയുകയും ചെയ്തു. എന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും അച്ഛൻ വന്ന് ഏട്ടനെ വിളിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അച്ഛന് ഏട്ടനേക്കാളും ഇഷ്ടമായിരുന്നു എന്നെ. എന്നാൽ നിനക്ക് തെറ്റി. അച്ഛൻ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. നിനക്കും സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയുമായിരിക്കും. സൂക്ഷിച്ചു നോക്കാൻ വേണ്ടി സന്തോഷിൻ്റെ മുഖത്തിനോട് ശ്രീജ മുഖം ചേർത്ത് വെച്ചു. ഇപ്പോൾ അവർ രണ്ടല്ല ഒന്നാണെന്ന് തോന്നും. ചെറിയൊരു വിറയൽ ശരീരമാസകലം വ്യാപിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. അത് നിന്നതും വളരെ പെട്ടെന്ന് തന്നെ. ശ്രീജ സന്തോഷിൻ്റെ മുഖത്തേക്ക് കൈവച്ച് നോക്കി. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ഒരു ചെറിയ വിറയൽ സന്തോഷിൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി. ആ നിമിഷം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ ആഗ്രഹിക്കാത്ത സത്യത്തിനു മുൻപിൽ ശ്രീജ ഒറ്റയ്ക്കായി നിന്നു. സന്തോഷിൻ്റെ വേർപാടോടെ ശ്രീജയുടെ ജീവിതം അവസാനിക്കുകയാണോ? അതോ യഥാർത്ഥ പരീക്ഷണങ്ങൾ ആരംഭിക്കുകയായിരുന്നോ? തുടർന്നും കേൾക്കണേ അവിവാഹിത 7-ാം ഭാഗം.